ഈ ഒരാളെ ഞാൻ പരിചയപ്പെടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇതെൻ്റെ കസിൻ്റെ മോന് വേണ്ടി ചെയ്ത ബർത്ത്ഡേ കേക്കായിരുന്നു. സ്പാനിഷ് ഡിലൈറ്റ് ആയിരുന്നു ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നത്. 1.5 kg ആണ് കേട്ടോ വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഫൈനൽ ഫ്രോസ്റ്റിംഗ് വൈറ്റ് കളറിന് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് ആളെനിക്കൊരു റെഫറൻസ് പിക്ക് തന്നിരുന്നു. അതേപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ടോപ്പിലായിട്ട് 11th ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ 11 എന്നുള്ള 2 ടോപ്പറും വെച്ചിട്ടുണ്ട്. 1 എന്നുള്ള 11 ടോപ്പറും. പിന്നെ 2 ടയർ ആയതുകൊണ്ട് കൊടുക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുന്നേ ആണ് കേട്ടോ ഞാൻ ഫൈനലായിട്ട് സ്റ്റാക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിനകത്തിൽ ഞാൻ ഇതുവരെയുള്ള വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ ഷുഗർ ഷീറ്റിലാണ് ആ ഫയറിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്തത്. മറ്റേ നമ്മുടെ നരൂറ്റോ എന്നുള്ള പേരും ഷുഗർ ഷീറ്റിൽ തന്നെ അടിച്ചെടുത്തു. അതേപോലെ തന്നെ ആ നരൂറ്റോ ബോയുടെ ആ ഒരു മുഖം ലേസർ പ്രിൻ്റാട്ടോ എടുത്തിട്ടിരിക്കുന്നത്. ഇത് ഞാൻ സെറ്റ് ചെയ്യുന്ന വീഡിയോസ് എടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ അത് ക്യാമറ ഓണല്ലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. കേക്കിൻ്റെ ബേസിൽ പേരൊക്കെ എഴുതി ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഷുഗർ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ ഫയർ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ഫിനിഷിങ് കിട്ടാത്തതുകൊണ്ടാണ് ഞാനത് ഷുഗർ ഷീറ്റിൽ തന്നെ കട്ട് ചെയ്തെടുത്തത്. നരൂറ്റോ എന്നുള്ള ആ ഒരു റൈറ്റിങ്സും ഷുഗർ ഷീറ്റ് തന്നെയാണ്. അതേപോലെ ആ ബോയുടെ അത് മാത്രം ലേസർ പ്രിൻ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ആൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്